അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ 4 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, എന്താണ് ഫിത്ർ സക്കാത്ത്, എങ്ങനെയാണ് അത് കണക്കാക്കേണ്ടത്, ആർക്കാണത് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, കൂട്ടത്തിൽ ഇത് ശേഖരിക്കുന്ന പള്ളി ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ട കാര്യവും. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, ഫിത്ർ സക്കാത്ത് എന്താണ്? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ അവസാന സമയത്ത് സത്യവിശ്വാസികൾക്കായി നിർബന്ധമാക്കിയ ഒരു സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. റമദാൻ മാസത്തിലെ ആണ് ഫിത്ർ സക്കാത്ത്, അതൊരു ആണ് നൽകേണ്ടത് എന്നാണ്. എന്തിനാണ് നൽകുന്നത്? അത് തുഹ്റത്തൽ ലിസ്വായിം, നോമ്പ് നോറ്റ ആളുകൾ അവരുടെ നോമ്പിൽ സംഭവിച്ച മിനൽ ലഗ്വി വ മിനൽ റഫസ്, അവരുടെ അപാകതകൾ, അവരുടെ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടൊക്കെ അവർക്ക് സംഭവിച്ച കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി നോമ്പിനെ അത് പരിപൂർണമാക്കുവാൻ വേണ്ടിയാണ് ഈ ഫിത്ർ സക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കിയത്. അത് ആർക്ക് വേണ്ടിയാണ് നിർബന്ധമാക്കിയത്? തുഅമത്തുൽ മസാക്കീൻ, മിസ്കീനുകളായ ആളുകൾക്കുള്ള ഭക്ഷണമായിട്ടാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എത്രയാണ് അത് കൊടുക്കേണ്ടത്? സ്വാഅൻ മിന ത്വആം, ഒരു സ്വാഅാണ് ഭക്ഷണം, ഒരു ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അരിയാവാം, ഗോതമ്പാകാം, ബാർലിയാകാം, ജബീബ് ഉണക്കമുന്തിരിയാവാം, ഒക്കെ ആവാം. ഇങ്ങനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ വിഭവങ്ങൾ. നമ്മളെ നാളെ സംബന്ധിച്ചിടത്തോളം അരിയാണ് നമ്മളത് കൊടുക്കേണ്ടത്, ആ നാട്ടിലെ മുഖ്യമായ ഭക്ഷണം എന്ന നിലക്ക്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 മുദ്ദാണ് ഒരു സ്വാ. 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ, ഒരു മുദ്ദ് നമ്മുടെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരാളുടെ കൈ ഏറ്റവും കൂടുതൽ അരി ഒരു ചാക്കിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അരി ആ കൈയിൽ ഉണ്ടാകുന്നത് ഏത് രൂപത്തിൽ കൈ വെച്ചാലാണോ അതുപോലത്തെ ഒരു കോരൽ കോരുക, അതൊരു മുദ്ദാണ്. ഇതുപോലത്തെ 4 മുദ്ദാണ് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ. അത് ചെറിയ ആളല്ല, മറിച്ച് ഒരൊത്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ 4 കോരൽ ആണ് ഒരു സ്വാ എന്ന് പറയുന്നത്. പലപ്പോഴും പല ആളുകൾ കൈകളുടെ വ്യത്യാസം കാരണത്താൽ പല നാടുകളും അത് തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവും. എന്നിരുന്നാലും ഏകദേശം അതിൻ്റെ ഒരു കിലോ തൂക്കം കണക്കാക്കുമ്പോൾ 2600 മുതൽ ഏകദേശം ഒരു 3 കിലോ വരെ വന്നേക്കാം. ഇതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുക. ഇസ്ലാമിക ലോകത്തെ സലഫി ഉലമാക്കൾ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ളയെ പോലുള്ള ആളുകൾ, അതുപോലുള്ള ആളുകളൊക്കെ പറഞ്ഞത് 2800-ന്റെ മുകളിലുള്ള തൂക്കമാണ്. എന്തായിരുന്നാലും 4 മുദ്ദാണ് ഒരു സ്വാ എന്ന് നമ്മൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വാ വെള്ളം കൊണ്ട് കുളിച്ചിരുന്നു എന്നാണ്. ഒരു സ്വാ വെള്ളം കൊണ്ട് കുളിച്ചു. അപ്പോൾ ഒരു സ്വാ എത്രയാണ് വിശദീകരിക്കപ്പെടുന്നുണ്ട്? 4 മുദ്ദ് എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് നൽകുന്ന ആളുകൾ ആരായിരിക്കണം? നൽകപ്പെടുന്നവർ അത് മിസ്കീനുകളായിരിക്കണം. ഇവിടെ പല മഹല്ലുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, മഹല്ലത്തെ എല്ലാ ആളുകൾക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കുക. ഫിത്ർ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ, കിട്ടിയിട്ടില്ലെങ്കിൽ ആളുകൾ വിചാരിക്കുന്നത് എന്നെ ഈ മഹല്ലിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. അതുകൊണ്ട് കൊടുക്കുന്ന ആളുകൾ, അത് ശേഖരിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളുകൾ വക്കാലത്ത് ഏൽപ്പിച്ച് ക്യാഷ് കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾ ഫിത്ർ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം കേട്ടോ എന്നാണ് ക്യാഷ് കൊണ്ടുപോയി കൊടുത്ത ആളുകൾ അവർ ഫിത്ർ സക്കാത്തിൻ്റെ അരി പള്ളിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ പിന്നെ ആ മഹല്ലിൽ അവരുടെ പള്ളിയുമായി സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും കൊടുക്കുന്നു. ഇത് ഫിത്ർ സക്കാത്തല്ല. ഇങ്ങനെയല്ല ഫിത്ർ സക്കാത്ത്. മറിച്ച് അത് തുഅമത്തുൽ മസാക്കീനാണ്. അള്ളാഹുവിൻ്റെ ശരിക്ക് മറുപടി പറയേണ്ടി വരും ഇത് ശേഖരിക്കുന്ന ആളുകൾ, വിതരണം ചെയ്യുന്ന ആളുകൾ. കാരണം എന്താ? നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് ഞങ്ങൾ കൊടുത്തോളാം, അർഹരിലേക്ക് എത്തിച്ചോളാം എന്ന വാഗ്ദാനമാണ്. നമ്മൾ 100 രൂപ 125 രൂപയിട്ടോ ഒരാൾക്ക് എന്ന് പറഞ്ഞ് ആളുകളുടെ അടുത്ത് ക്യാഷ് വാങ്ങി എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ അരി വാങ്ങി വിതരണം ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാക്ക്, അത് നമ്മൾ അർഹരല്ലാത്ത ആളുകളിലേക്ക് എത്തുന്നുവെങ്കിൽ തീർച്ചയായും അതിന് മറുപടി പറയേണ്ടി വരും. അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. അത് മിസ്കീനുകളുടെ അവകാശമാണ്. വേറെ ആർക്കും ഒരു അവകാശമില്ല ഫിത്ർ സക്കാത്തിൽ. സക്കാത്തിൻ്റെ അവകാശികൾക്കുള്ളതല്ല ഫിത്ർ സക്കാത്ത്. അത് ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികൾ, അതാണ് തുഅമത്തുൽ മസാക്കീൻ, അത് മിസ്കീനുകൾക്കുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് അർഹരല്ലാത്ത ഒരാൾക്കും ഇത് പോകരുത്. നമ്മളെ നാട്ടിൽ മിസ്കീനായ ആൾ ആരാണോ അവർക്ക്, അതിന് ഇത്ര അളവൊന്നുമില്ല. ഒരു ചാക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുത്തോളൂ ഒരാൾക്ക്, ഒരു പ്രശ്നവുമില്ല.
കണക്കാക്കി തൂക്കി 2.5 കിലോ അല്ലെങ്കിൽ 5 കിലോ തന്നെ അല്ലെങ്കിൽ ഒരു 10 കിലോ തന്നെ കൊണ്ടുപോയി കൊടുക്കണ്ട. ഒരു ചാക്ക് ഒരാൾക്ക് കൊടുക്കുക. അയാൾക്ക് അർഹത ഉണ്ടോ? അയാൾ മിസ്കീനാണോ? എങ്കിൽ അയാൾക്കത് കൊടുക്കണം. മിസ്കീനല്ലാത്ത ഒരാൾക്കും മിസ്കീനല്ലാത്ത ഒരാൾക്കും ഈ ഫിത്ർ സക്കാത്ത് കൊടുത്തുകൂടാം. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് ഫിത്ർ സക്കാത്ത് മിസ്കീനാണ് നമ്മൾ എന്ന് വിചാരിച്ച് പള്ളിക്കാരെ അല്ലെങ്കിൽ ആളുകൾ കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയണം, ഞാൻ മിസ്കീനല്ല, എങ്കിൽ എനിക്കത് വേണ്ട. ഈ ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അർഹത എനിക്കില്ല. ഹറാമായ മുതലാണത്, പാവപ്പെട്ടവൻ്റെ മുതലാണത്, അത് അവനുള്ളതാണ്. നിങ്ങൾ ഇന്ന പാവപ്പെട്ടവനായ ആളുകൾ ഇവിടെ ഉണ്ട്, അവർക്ക് കൊടുക്കുക എന്ന് നമുക്ക് നിർദ്ദേശിക്കാം. അതൊരു വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ സ്വരമല്ല, മറിച്ച് അവകാശത്തിൻ്റെയും അർഹതയില്ലാത്തത് തിന്നാതിരിക്കാനുള്ള അള്ളാഹുവെക്കുറിച്ചുള്ള ബോധത്തിൻ്റെയും സ്വരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, എപ്പോഴാണ് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാനു യുഅ്തൂന ഖബ്ലൽ ഫിത്ർ യൗമിൻ ഔ യൗമൈൻ. ഈ ഫിത്റിൻ്റെ എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ സ്വഹാബത്ത് ഫിത്ർ സക്കാത്ത് കൊടുത്തിരുന്നു എന്നാണ്. ഏതുവരെ കൊടുക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് ആ വിഷയം പറഞ്ഞു തരുന്നുണ്ട്. ഖബ്ല ഖുറൂജിന്നാസി ഇലസ്സലാ, ജനങ്ങൾ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക്, ഈദ്ഗാഹ് നമ്മൾ പറയും അല്ലേ, ആ മൈതാനത്തിലേക്ക് അല്ലെങ്കിൽ മുസല്ലയിലേക്ക് പള്ളിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പുള്ള സമയത്താണ് ഇത് കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, ഫമൻ അദ്ദാഹ ഖബ്ല സ്വലാ ഫഹിയ സക്ക. ആരെങ്കിലും നിസ്കരിക്കുന്നതിന് മുമ്പ് ഈ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ അത് ഫിത്ർ സക്കാത്താണ്. എന്നാൽ വമൻ അദ്ദഹ ബഅദ സ്വലാ, ഇനി നിസ്കരിച്ചതിന് ശേഷമാണ് ഒരാളത് കൊടുക്കണമെങ്കിലോ ഫഖദ് സ്വതക്ക, അത് സ്വതക്കയാണ്, ഫിത്ർ സക്കാത്ത് ആവില്ല എന്നാണ്. അപ്പോൾ ഫിത്ർ സക്കാത്ത് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യണം? കൊടുക്കണം. വിദേശത്തുള്ള പല ആളുകളും ഒരു ദിവസം മുമ്പാണ് അവർക്ക് പെരുന്നാൾ എന്ന നാട്ടിൽ ഒരു ദിവസം ബാക്കിലാണെങ്കിൽ നമ്മൾ ആരാണോ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന ആൾ, അദ്ദേഹം പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫിത്ർ സക്കാത്ത് അർഹരായ ആളിലേക്ക് എത്തണം എന്ന കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ആ വിഷയവുമായി ഉണർത്താനുള്ളത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.